ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിതേ ഇവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പൊതുവേ ഈ വിഷു, ക്രിസ്മസ്, ഓണം ഇതിനൊന്നും എത്ര ബസ് ടിക്കറ്റ് ആയാലും ട്രെയിൻ ടിക്കറ്റ് ആയാലും എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാറില്ല. ഒന്നുകിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോവും, ഇല്ലെങ്കിൽ തത്കാലം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനും കിട്ടാറില്ല. അതുകൊണ്ട് ഇത്തവണ ഇനിയിപ്പോൾ വിഷു ഒക്കെ ആവാറായല്ലോ. ഞങ്ങൾ പ്രാവശ്യം പോകുന്നത് കാറിലാണ്. ഒരു 3:30-3:45 സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആകാശത്തേക്ക് വെറുതെ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ആ സൂര്യവെളിച്ചം ക്ലൗഡ്സിൻ്റെ ഇടയിൽ കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഏകദേശം 440 കിലോമീറ്റേഴ്സ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറാണ്. ഇവിടെ അത്ര അധികം റഷായിട്ട് ഇതുവരെ ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് കൂടെ പോകാനായിട്ട് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. UPI ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഫ്ലൈ ഓവർ ഇറങ്ങിയതിന് ശേഷം വണ്ടി നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഇത് ഫ്രഷ് വാട്ടർമെലൺ ജ്യൂസാണ്. വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്ന വാട്ടർമെലൺ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കൈ പിടിച്ചതാണ്. കുറച്ചധികം നേരത്തെ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ചെറുതായിട്ട് മഴ പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു വല്ലാതെ മഴ പെയ്യരുത് എന്നുള്ളത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഈ പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. സാധാരണ ഇരുട്ടാവണ സമയത്താണ് ഞങ്ങൾ ഇവിടേക്ക് എത്താറുള്ളത്. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന സീനറി പോലെ ഉണ്ടായിരുന്നു കേട്ടോ ചന്ദ്രനെയൊക്കെ കാണുമ്പോൾ. ഞാനത് വീഡിയോ എടുക്കാൻ നേരത്ത് കറക്റ്റ് ക്ലൗഡ്സ് ചന്ദ്രനെ അങ്ങോട്ട് മൂടി. ഇവിടെ ഈ സൈഡിൽ കാണുന്ന ചെടികളിലൊക്കെ പൂക്കളുണ്ട് കേട്ടോ. അധികം ബൊഗെയിൻവില്ലയാണ്. രാത്രി ആയത് കാരണം അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക് എടുത്തു. കയറിയിട്ടുണ്ടായിരുന്നത് സായി സംഗീതിലാണ്. ഇത് കഫേയാണ്. ഇവരുടെ തന്നെ വെജ് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. റെസ്റ്റ് റൂം യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പുറമെന്ന് കണ്ടപ്പോൾ അത് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയപ്പോൾ കയറിയതാണേ. ഇവിടെ കുക്കീസ്, പേസ്ട്രീസ്, കേക്ക് അങ്ങനെ കുറേ ഐറ്റംസ് തന്നെ ഉണ്ട്. പാകത്തിനുള്ള വില ഉണ്ടായിരുന്നുള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നിയത്. സ്വീറ്റ് ഐറ്റംസ് മാത്രമല്ല, എരിവിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ചിപ്സ്, മുറുക്ക് അങ്ങനത്തെ ഐറ്റംസും ഉണ്ടായിരുന്നു. ബ്രെഡ്, ബണ്ണ്, മുറുക്ക്, ചിപ്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടും അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇഡ്ഡലിപ്പൊടി, പലതരത്തിലുള്ള റൈസ് പൗഡേഴ്സ്, അച്ചാറുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് റെയിൻബോ കേക്കാണ്. എനിക്ക് പൊതുവേ റെയിൻബോ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കളർഫുള്ളാണ്. പിന്നെ പല ഫ്ലേവേഴ്സും ഉള്ളത് കാരണം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് റെയിൻബോ കേക്കാണ്. റെയിൻബോ കേക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. കളർ മാത്രമേ ഉള്ളൂ. അതെ, റൈറ്റ് അറിയാം. കളർ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് അത്രയ്ക്ക് പോരാ. ചിപ്സ് നോക്കിയോട്ടെ. റെയിൻബോ കേക്കിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ ഞാൻ ഒട്ടും ഇംപ്രസ്ഡ് അല്ലായിരുന്നെങ്കിലും പിന്നീട് കഴിച്ചപ്പോൾ എനിക്കത് നന്നായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പൊട്ടാറ്റോ ചിപ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് കഴിച്ചു. അതുകൂടാതെ ഇനി കാറിൽ പോകുമ്പോഴും കഴിക്കാമല്ലോ. കുറേ കാലമായിട്ടുണ്ടായിരുന്നു ആപ്പിൾ പൈ കഴിച്ചിട്ട്. അവിടെ ആപ്പിൾ പൈ ഉണ്ടെന്ന് കണ്ടപ്പോൾ അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആപ്പിൾ പൈ ഞാൻ ഇതുവരെ ഒരു 4-5 വട്ടമൊക്കെ കഴിച്ച് നോക്കിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് കഴിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലും എനിക്കിഷ്ടമായത് റെയിൻബോ കേക്കാണ്. റെയിൻബോ കേക്ക് എനിക്കിതിലും ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻബോ കേക്ക് ആദ്യം കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ അത് നന്നായിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്തു. ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു. ഇപ്പോഴല്ലേ ഇവിടുന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചത്. ജ്യൂസല്ല, ചായ. അവിടുത്തെ കാപ്പിയല്ലായിരുന്നു, പക്ഷെ ബാക്കിയുള്ളൊന്നുമില്ല. ഈ ജ്യൂസിൽ വേണ്ടി രക്ഷപ്പെട്ടു. തണ്ണിമത്തൻ രക്ഷിച്ച്. അപ്പൊ ആൾക്കാരെ ഇങ്ങോട്ട് വരാനായിട്ട് സജസ്റ്റ് ചെയ്യില്ല. കുഴപ്പമില്ല, കാപ്പി കുടിക്കാൻ അടിപൊളിയാണ്. പിന്നെ നല്ല ടോയ്ലറ്റ് ആണ്. അപ്പോ സത്യം പറഞ്ഞു ടോയ്ലറ്റിന് വേണ്ടി വന്നത്. സമയം എത്രയെന്ന് അറിയോ? 8 മണി. നമുക്ക് ഇനിയും 350 കിലോമീറ്റർ പോകണ്ട്. ഹൊസൂര് വരെ എഴുഞ്ഞാണ് വന്നത്. 2 മണിക്കൂർ. ഫസ്റ്റ് ബ്രേക്കിന് ശേഷം ഞാൻ വണ്ടി ഓടിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ തേച്ചതല്ല, ഫുഡ് കഴിച്ചപ്പോ എനിക്കൊരു എന്തോ ഒരു സുഖമില്ലായ്മ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ബ്രേക്കിന് ഞാൻ ഓടിക്കാന്ന്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഓടിക്കാൻ വേണ്ടി കയറേണ്ടി വന്നു. നേരത്തെ ഫുഡ് കഴിച്ചത് കൊണ്ടും മോഷൻ സിക്നസ് ഉള്ളത് കൊണ്ടും വാള് വെക്കാനുള്ള വളരെയധികം സാധ്യത ഉള്ളതുകൊണ്ടും ഞാൻ വിചാരിച്ചു ഞാൻ ഓടിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പൊ ഒന്ന് പോവല്ലേ. വണ്ടിയിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വാള് വെക്കാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആ കൂട്ടത്തിലുള്ളതാണ്. അത് ഞാൻ കുറച്ചെങ്കിലും ഓവർകം ചെയ്യാറുള്ളത് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ടാണ്.
ക്ഷമയില്ല. വീട്ടിലെത്തിയിട്ടല്ലേ നിർത്തുള്ളൂ. ഞാൻ കിടന്നുറങ്ങട്ടെ. പിന്നെ ഞാനും കിടന്നുറങ്ങാം ഒരു ദിവസത്തിന്. എല്ലാം പറഞ്ഞോ, വീട്ടിലെത്തി വിളിക്കണേ. അങ്ങനെ നമുക്കിനി 167 കിലോമീറ്റർ കൂടി ഉണ്ട്. നമുക്ക് എവിടെ എത്തി? കോയമ്പത്തൂർ പോലും എത്തിയിട്ടില്ല കേട്ടോ. സമയം എത്രയായി? 10:15. ഉയ്, ഡ്രൈവർ എപ്പോൾ എത്തും? തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് സമാധാനമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം എത്ര നേരം ഉണ്ടാവും ഇതുപോലെ? എത്ര ആൾക്കാരാണ് ഇങ്ങനെ ഉള്ളതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കൂടുതലും ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റാറുള്ളത് രാത്രി സമയത്താണ് കേട്ടോ. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്ലോക്കിൽ പെട്ട് ലാഗായി ആകെ മടുത്തു പോയെങ്കിലും ഫസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല പോലെ തന്നെ ഓണായിട്ടുണ്ടായിരുന്നു. പാട്ടും വർത്താനം പറച്ചിലൊക്കെ ആയിട്ട് ഫുൾ ചില്ല് ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കയറിയിട്ടുള്ളത് MDS ബേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ്. ഇത് കുറേ പേരൊക്കെ യാത്ര പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കുൽഫി ഐസ്ക്രീം കഴിച്ചു. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിയതുകൊണ്ട് കഴിക്കേണ്ടി വന്നതാണ്. ഏട്ടനൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുൽഫി ഐസ്ക്രീമും പിന്നെ ഉപ്പും മുളകും ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ ഇതിൽ, അണ്ടിപ്പരിപ്പ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ ലഞ്ചായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് രാമേശ്വരം കഫേന്ന് ഒരു ഗൊങ്കൂര റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൈ കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ് ആയത് കാരണം അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. ഞാൻ പിന്നെ പേരിന് മാത്രമാണ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഞാൻ ഏട്ടനെ കൊണ്ട് അങ്ങോട്ട് കഴിപ്പിച്ചു. അങ്ങനെ സെക്കൻഡ് ബ്രേക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ആക്ച്വലി ഞങ്ങൾ ഇതിന് ശേഷം ഒരു ബ്രേക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി 8:30-9 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് വീടെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഏട്ടൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഏകദേശം 1:45 സമയത്താണ് വീട് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ എല്ലാവരെയും ഫോൺ വിളിച്ച് പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വീട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ്. ഞങ്ങളവിടെ എത്തിയെന്ന് കണ്ടപ്പോഴത്തേക്കും ഏട്ടൻ്റെ മൂത്ത ഏട്ടനും മോനും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ടിരുന്നു. നല്ല ടയർഡായതുകൊണ്ട് തന്നെ റൂം എത്തിയതും ബെഡ്ഷീറ്റ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ കിടക്കാൻ വേണ്ടി പോയി. അവിടെ ഇതിന് മുന്നേ ഞാൻ വായിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതും വായിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനി വിഷു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ.